ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയ സുപ്രഭാതം എല്ലാവർക്കും. അപ്പോഴേക്കും ഞാൻ ഓർത്ത് ഇന്നലെ കാണിച്ച വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ചെറിയൊരു ഗ്രാമഭംഗി കുറച്ചും കൂടെ ഞാൻ കാണിച്ചേക്കാമെന്ന് ഓർത്ത്. ഇതാണ് കരിമ്പിൻ തോട്ടം. ഇന്നലെ കുറച്ച് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇത് കരിമ്പിൻ തോട്ടമാണ്. ബോറായെന്ന് ആരും പറയല്ലേ, എല്ലാവരും കണ്ട് ഒന്ന് രസിച്ചു. ഇത് മൊത്തം കരിമ്പിൻ കാട് പോലെ കരിമ്പിൻ കൃഷി ഇവിടെ മുഴുവൻ ഇതാണ് കരിമ്പിൻ തോട്ടം. പിന്നെ വേറൊരു സാധനം, ഇവിടെ കാട് പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? പക്ഷേ ഇതിൽ വലിയൊരു കേസൊക്കെ ആവും നമ്മൾ ഇതൊക്കെ വെറുതെ എടുത്തിട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇതൊരു പ്രത്യേകതയൊന്നും ഇല്ല. ഇതെല്ലാം ഉത്തരേന്ത്യയിൽ വെറുതെ കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ്. വെറും കാട്ടിലൊക്കെ ചുമ്മാ നിൽക്കും. പക്ഷേ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇത് വലിയ കേസാവും കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടെന്നും പറഞ്ഞു. പക്ഷേ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മുഴുവൻ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ വഴിനീളം കാട് പിടിച്ച് നടക്കുന്ന ഒരു ചെറിയ ചാറ്റമഴയുണ്ട്. ചെറിയൊരു എരുമയൊക്കെ ഉണ്ടോ? ഇതാണ് നമ്മുടെ മറ്റേ ഇത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്, ഈ നമ്മളെല്ലാവരും ഫാം ഹൗസ് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്നാന്നറിയ സാധനം? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ. ഫാം ഹൗസ് എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഫാം ഹൗസ് ഇതാണ്, കർഷകൻ്റെ ശരിക്കുമുള്ള ഫാം ഹൗസ്. ഇവിടെ 2 കർഷകരൊക്കെ നിൽപ്പുണ്ട്. അവർ രാവിലെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നു. ഇതാണ് ഫാം ഹൗസ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നിറയെ പയറിട്ട് വെച്ചേക്കുവാണ്. പയർ കൃഷിയുണ്ട് കുറേ. ഇതാണ് ഫാം ഹൗസ് ശരിക്കും. അല്ല സിനിമാ നടന്മാർ കയറി കൊട്ടേജിൽ കയറി ഫാം ഹൗസാണെന്നും പറഞ്ഞ് കിടക്കുന്നതല്ല. ഇതാണ് കർഷകൻ്റെ ഫാം ഹൗസ്. ഉണ്ടോ? ഇത്ര ഭംഗിയാന്ന് നോക്കി. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അവസാനം വീട്ടിൻ്റെ വാതിക്കൽ എത്തി. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഇവിടുത്തെ വയസ്സ് ചെന്ന് ആ വാതിലൊന്ന് തുറന്ന്. ഇത് ഇന്നലെ ഞാൻ കാണിച്ചില്ല, പയർ, പിന്നെ ചെടികൾ. ഇത് ഈ ഗേറ്റ് ഇവിടെ ടെമ്പററി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പൂവെല്ലാം ഞാൻ ഇന്നലെ കാണിച്ചു. ഇന്നലെ രാത്രി കാണാൻ പറ്റുമെന്നല്ല. ഇത് കനകാമ്പരം, പിന്നെ ഇത് പയർ, ഇത് ഇന്നലത്തെ ചെടികൾ. പെട്ടെന്ന് കാണിച്ചേക്കാം. ഇതാണ് വീട്. അത് ചെമ്പരത്തിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നലെ റോസാപ്പൂ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇത് കാർ ഇടുന്ന മറ്റേ കാർ ഷെഡ്. ഇതൊന്ന് തുറന്ന് കാണിച്ചേ വണ്ടി. ഇതെങ്ങനെയുണ്ട്? നല്ല രസമില്ലേ ഇത്? അകത്ത് കാറിട്ടേക്കുന്നത്. ഇത് ചെറിയ റൂം പോലെ ഇങ്ങനെയാണ് കാർ ഷെഡ്. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്. ഇതൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.